ഹലോ നമസ്കാരം, ഞാൻ RJ അഞ്ജലിയാണ്. നമ്മുടെ അടുക്കളകളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? അമ്മമാരും ചേച്ചിമാരും ആന്റിമാരും ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വീഡിയോ അവർക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. നമ്മുടെ കുക്കിംഗ് ഫ്യൂവൽ എന്ന് പറയുന്നത് LPG ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ് അല്ലെ. വളരെ പെട്ടെന്ന് തന്നെ വിറകടുപ്പുകളിൽ നിന്ന് നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോൾ രാജ്യവ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ്. നമ്മുടെ കുക്കിംഗ് കൺവീനിയന്റ് ആക്കി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ലൈവ് ബോംബ് നമ്മുടെ അടുക്കളകളിലുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. LPG ഗ്യാസ് സിലിണ്ടറുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അതിന്റെ എക്സ്പയറി ഡേറ്റിനെ പറ്റി ധാരണയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ എക്സ്പയറി ഡേറ്റിനെ പറ്റിയിട്ടാണ്. എന്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് നിങ്ങൾ ആ ഒരു വിഷ്വലിലൂടെ കണ്ടത്. എന്നിട്ടും മനസ്സിലായില്ലല്ലോ? ഓക്കെ, നോക്കാം. ആൽഫ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആൽഫബറ്റും 2 ന്യൂമറിക്കൽ വാല്യൂസും അതിലുണ്ടാവും. ഒരു വർഷത്തെ 4 ക്വാർട്ടറുകളായി നമ്മൾ തിരിക്കുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അത് ഫസ്റ്റ് ക്വാർട്ടർ, ഏപ്രിൽ, മെയ്, ജൂൺ സെക്കൻഡ് ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഫസ്റ്റ് ക്വാർട്ടറിനെ A എന്നും, സെക്കൻഡ് ക്വാർട്ടറിനെ B എന്നും, തേർഡ് ക്വാർട്ടറിനെ C എന്നും, ഫോർത്ത് ക്വാർട്ടറിനെ D ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. A എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മാർച്ച് ആണ്, B എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ജൂൺ ആണ്, C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ആണ്, D എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസംബർ ആണ്. സോ ആൽഫബറ്റിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്: A ഫോർ മാർച്ച്, B ഫോർ ജൂൺ, C ഫോർ സെപ്റ്റംബർ, D ഫോർ ഡിസംബർ. ഇനി 2 ഡിജിറ്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ട വിഷ്വലിലെ എന്റെ സിലിണ്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് D25 എന്നായിരുന്നു. D എന്ന് വെച്ചാൽ ഡിസംബർ. ഡിസംബർ 25 എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഡിസംബർ 2025 എന്നാണ്. 2025 ഡിസംബർ ആണ് എന്റെ എക്സ്പയറി ഡേറ്റ്. സോ ഗ്യാസ് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ സേഫ് അല്ല. അപ്പോൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യൂ. ലോക്ക്ഡൌണിലാണ്, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകളാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ഗ്യാസ് ഏജന്റുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഉപയോഗത്തിന് ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യമായി ഓഫ് ചെയ്യാൻ മറന്നു പോകരുത്. ലീക്ക് ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. എക്സ്പയറി ഡേറ്റ് ഒരു എക്സ്ട്രാ കെയർ വേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഓർമ്മിപ്പിക്കുന്നു അഞ്ജലി. താങ്ക് യു. ബൈ.